എല്ലാവർക്കും നമസ്തേ. ഇന്നൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഓംലെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ മുട്ടയുടെ ഒരു പ്രിപ്പറേഷനാണ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് കിടക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ ആയിരിക്കണം കേട്ടോ. ഒരു നുള്ള് ഉപ്പ്, ഒരു നുള്ള് കുരുമുളക് പൊടി, ഒരു നുള്ള് പഞ്ചസാര, ഇത്രയും ചേർത്ത് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനെ ഒരു ചെറിയ ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവൊന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കപ്പിൽ 1/2 കപ്പുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ പാലും കൂടിയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിനെ നമുക്ക് തിരിച്ച് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതേ കപ്പിൽ 1/2 കപ്പ് പാലും കൂടി ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ അത്രയും തന്നെ പാല് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ ഒരു ബേസ് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല കുഴിവുള്ള ഒരു ബൗളിലേക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത ശേഷം നമുക്ക് ഈ ബേസിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായി ആവി വന്നു കഴിഞ്ഞാൽ ബൗളിലേക്ക് നമ്മുടെ ഈ എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. 3/4 ഭാഗം വരെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാകും. ഇതിനി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അടച്ചു വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഫ്ലെയിം ഓഫാക്കാം. ഒന്ന് ചെറുതായി ചൂടാറിയ ശേഷം ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ഇൻവേർട്ട് ചെയ്തെടുക്കാം. ഇപ്പം ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതുപോലെ സ്പാറ്റില കൊണ്ടൊന്ന് സൈഡ് ഇളക്കിയ ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇൻവേർട്ടാക്കി എടുക്കാം. നമ്മുടെ സൂപ്പർ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഒരു വ്യത്യസ്തമായ ഹെൽത്തി ഓംലെറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കുറച്ച് വെജിറ്റബിൾസും ഗ്രീൻ ലീവ്സും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മെയിൻ കോഴ്സായിട്ട് നിങ്ങൾക്കിത് കഴിക്കാം. നല്ല ജിഗ്ലിയാണ്, കണ്ടില്ലേ? അപ്പം വ്യത്യസ്തമായ ഈ എഗ്ഗിൻ്റെ പ്രിപ്പറേഷൻ നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ? അടിപൊളിയല്ലേ? മുട്ട കൊണ്ടുള്ള ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് എഴുതാൻ മറക്കണ്ട. അപ്പോൾ കറി വിത്ത് അമ്മ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല, ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഈ പറഞ്ഞ അതേപോലെ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻസ് ഞങ്ങൾക്കൊരു ഫീഡ്ബാക്കായി തരണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ടാറ്റ, ബൈ.